എല്ലാവർക്കും നമസ്കാരം. ഞാൻ സജീഷ് ഗോവിന്ദൻ. ഇവിടെ ഒരു സിഗ്നലിൽ വാഹനങ്ങൾ നിർത്തിയിട്ടിരിക്കുന്നതാണ് നിങ്ങൾ കാണുന്നത്. എന്തെങ്കിലും അസ്വാഭാവികതയായിട്ട് നിങ്ങൾക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ടോ? സൂക്ഷിച്ച് നോക്കിയാൽ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാകും. ഇവിടെ സീബ്ര ലൈന് നിങ്ങൾക്ക് കാണാം. ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകും. സിഗ്നലിനടുത്തുള്ള സീബ്ര ലൈനാണ് ഈ കാണുന്നത്. അതിന് മുകളിലാണ് KSRTC ബസ് നിർത്തിയിട്ടിരിക്കുന്നത്. എങ്ങനെയുണ്ട്? ഇങ്ങനെയാണ് പല സ്ഥലത്തും വാഹനങ്ങളൊക്കെ നിർത്തുക. കൃത്യമായിട്ട് ലൈന് ഇവിടെ കൊടുത്തിട്ടുണ്ട്, എവിടെയാണ് വാഹനങ്ങൾ നിൽക്കേണ്ടത് എന്നതിന്. ഓട്ടോറിക്ഷയൊക്കെ അത് കൃത്യമായിട്ട് പാലിക്കുന്നുമുണ്ട്. തൊട്ടടുത്തുള്ള ബൈക്കും കറക്റ്റായിട്ടാണ് നിർത്തിയിട്ടിരിക്കുന്നത്. പക്ഷേ KSRTC ബസ് മാത്രം സീബ്ര ലൈനിൽ കൊണ്ടുപോയി നിർത്തി. ഇപ്പോൾ വാഹനം പോയത് നിങ്ങൾ കണ്ടില്ലേ? റെഡ് സിഗ്നൽ ഉള്ള സമയത്ത് തന്നെയാണ് വാഹനം മുമ്പോട്ടേക്ക് എടുത്തത്. അതിന് ശേഷമാണ് ഇവിടെ ഗ്രീൻ സിഗ്നൽ ഓൺ ആയത്. ഇങ്ങനെയാണ് പല വാഹനങ്ങളും. ഇനി ഇതാ ലെഫ്റ്റ് സൈഡിൽ നിന്നും ഓവർടേക്ക് ചെയ്യുന്ന ആളുകളെ ശ്രദ്ധിക്കൂ. ഇങ്ങനെയൊക്കെ നിങ്ങൾ പല സ്ഥലത്തും കണ്ടിട്ടുണ്ടാവാം. ആർട്ട് ഓഫ് ഡ്രൈവിംഗ് എന്ന ട്രെയിനിങ് പ്രോഗ്രാമിൻ്റെ ഇടയിൽ എടുത്ത ഒരു വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഡ്രൈവിംഗ് പേടിയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ട്രെയിനിങ് ഞാൻ നടത്തുന്നത്. ഇന്ത്യയിൽ ഉടനീളം ട്രെയിനിങ് നടത്തുന്നുണ്ട്. ഇതൊരു 1 ഡേ ട്രെയിനിങ് പ്രോഗ്രാമാണ്. ഇതിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡേ മുതൽ നിങ്ങൾക്ക് പേടിയില്ലാതെ ഡ്രൈവ് ചെയ്യാൻ കഴിയും. ഇതിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. ഇതുപോലെ പലതും നിങ്ങൾക്ക് റോഡിൽ കാണാം. ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പലതും മനസ്സിലാകും. ഏതെങ്കിലും ഒരു ജംഗ്ഷനിൽ പോയി നിന്നാൽ കാണും എത്ര വാഹനങ്ങളാണ് നിയമം തെറ്റിച്ച് ഓടിക്കുന്നത് എന്ന്. നിങ്ങളിതുപോലെ പല വാഹനങ്ങളും കണ്ടിട്ടുണ്ടാവാം. ഇതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റായി രേഖപ്പെടുത്തണം. ഇവിടെ 3 ലൈനായിട്ടാണ് വാഹനങ്ങൾ പോകുന്നത്. ഏറ്റവും ലെഫ്റ്റിൽ സ്ലോ ട്രാക്ക്, പിന്നീട് മീഡിയം, പിന്നെ ഫാസ്റ്റ് ട്രാക്ക്. ഇങ്ങനെ ഇത് മനസ്സിലാക്കിയിട്ടാണ് വാഹനങ്ങൾ പോകേണ്ടത്. ട്രാക്ക് മാറുന്ന സമയത്ത് കൃത്യമായി ഇൻഡിക്കേറ്റർ കൊടുത്തിട്ട് വേണം മാറാൻ. ഇവിടെ യാതൊരുവിധ ഇൻഡിക്കേറ്ററും വാഹനങ്ങൾ കൊടുക്കുന്നില്ല എന്ന് മാത്രമല്ല, ഒട്ടും ശ്രദ്ധയില്ലാതെ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും വാഹനം വെട്ടിച്ചു പോകുന്ന ഡ്രൈവർമാരെയും കാണാം. വളരെ ശ്രദ്ധിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാകും. വില കൂടിയ വാഹനം കയ്യിലുള്ള പല ആളുകളും നിയമങ്ങൾ തീരെ പാലിക്കാതെ പോകുന്നതാണ് പലപ്പോഴും കാണാറുള്ളത്. നിങ്ങൾക്ക് ഈ വിഷയത്തിൽ എന്ത് തോന്നുന്നു എന്ന് തീർച്ചയായിട്ടും പ്രതികരിക്കണം. ഇങ്ങനെയൊക്കെ വാഹനങ്ങൾ കൊണ്ടുപോകുന്ന സമയത്ത് ഡ്രൈവിംഗ് പഠിക്കുന്ന ആളുകൾക്കൊക്കെ ശരിക്കും ടെൻഷനാകും. പുതുതായി ഡ്രൈവിംഗ് ചെയ്യുന്ന ആളുകൾക്കൊക്കെ ടെൻഷനാകും, ഇതെന്താണ് ഇങ്ങനെയെന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ പല ഡ്രൈവർമാരും ചെയ്യുന്നത് കൊണ്ടാണ് പേടിച്ചിട്ട് പുതിയതായി ഡ്രൈവിംഗ് പഠിക്കുന്ന ആളുകൾക്ക് ഇത്തരം ട്രാഫിക്കുള്ള ലൈനുകളിലൂടെ അല്ലെങ്കിൽ ഇത്തരം ഹെവി ട്രാഫിക്കൊക്കെ ഉള്ള ലൈനുകളിലൂടെ പോകാൻ ഭയം തോന്നുന്നത്. ഇവിടെ സാമാന്യം തിരക്കുണ്ട്. ലെഫ്റ്റ് ലൈനിലൂടെ ഈസി ആയിട്ട് നമ്മൾക്ക് ഡ്രൈവ് ചെയ്ത് പോകാം. മറ്റുള്ള വാഹനങ്ങളുടെ മൂവ്മെൻറ്റ് കണ്ട് പേടിക്കാണ്ടിരിക്കുക. ചില വാഹനങ്ങൾ ലൈനിൻ്റെ മുകളിലൂടെ തന്നെ പോകുന്നത് കാണാം. അത്തരം വാഹനങ്ങൾ യാതൊരുവിധ നിയമങ്ങളും പാലിക്കുന്നില്ല. ഇങ്ങനെയുള്ള വാഹനങ്ങളാണ് പലപ്പോഴും മറ്റുള്ള വാഹനത്തെ പോലും അപകടത്തിലാക്കുന്നത്. നല്ല സ്പീഡിൽ വന്ന് മറ്റുള്ള വാഹനത്തെ ഓവർടേക്ക് ചെയ്തതിന് ശേഷം പതിയെ പോകും. ഇതും അപകടങ്ങൾ ഉണ്ടാക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തൊട്ട് ബാക്കിലുള്ള വാഹനം കറക്റ്റായിട്ട് കൺട്രോൾ ചെയ്തില്ലെങ്കിൽ അത് പോയി മറ്റേ വാഹനത്തെ ഇടിക്കാനുള്ള സാഹചര്യം കൂടുതലാണ്. ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം റോഡിലൂടെ ഡ്രൈവ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട്.